ഒരു രക്ഷയില്ല. കുരുമുളകിൻ്റെ ഒക്കെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, ഒന്നൊന്നര ടേസ്റ്റാണ്. അപ്പോൾ വിഷു മാത്രമല്ലല്ലോ, ഈസ്റ്ററും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഒരു വില്ലേജ് ടൈപ്പ് പോർക്കാണ് ഇന്ന് ഞാൻ പരീക്ഷിച്ചത്. അപ്പോൾ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നമ്മളുടെ പാനിൽ കുറച്ച് തേങ്ങ ഒന്ന് ബ്രൗണിഷ് ആക്കി എടുക്കാം, വറുത്തെടുക്കാം. കുറച്ച് തേങ്ങ ആവശ്യമുള്ളൂ. ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഞാനൊരു 3 ഗ്രാമ്പൂവും ഒരു കഷ്ണം പട്ടയാണ് ഇട്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ നമ്മളുടെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പോർക്ക് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോർക്ക് ഉണ്ടാക്കുന്ന പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത് സവാള ഭയങ്കരമായിട്ട് ബ്രൗണിഷ് ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. കുരുമുളകിൻ്റെ എരിവാണ് നമുക്കിതിൽ കൂടുതൽ മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് പച്ചമുളക് കൂടുതലൊന്നും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടിക്കെട്ടട്ടെ. അതിനുശേഷം ഇതാ നമ്മളുടെ അരച്ചെടുത്ത തേങ്ങ, ഇത് വെള്ളമൊന്നും കൂട്ടാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അമ്മിയിലിട്ട് ചതച്ചെടുത്താലും മതി. അപ്പോൾ അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് അത് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേവിച്ച പോർക്ക് അതിലേക്ക് ഇടാം. അപ്പോൾ വേവിച്ച പോർക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ് പോർക്ക്. അത് വെള്ളം ഊറ്റി നമുക്ക് അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ആ പൊടിയുടെ ഫ്ലേവർ ആ പോർക്കിൽ ഇറങ്ങിക്കിട്ടണം. അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കാതെ തന്നെ ആദ്യം പോർക്ക് അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വില്ലേജ് ടൈപ്പ് പോർക്കാണ്. അപ്പോൾ കുറച്ച് എരിവ് ഉള്ള ഒരു ഐറ്റമാണ് ഇത്. ഒന്നൊന്നര ഐറ്റമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്തത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്തോക്കണം. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് നമ്മളുടെ പൊടിയൊക്കെ അതിലേക്ക് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ തക്കാളി കൂടി ഇടണം. അപ്പോൾ ഒരു തക്കാളിയാണ് ഞാൻ എടുത്തത്. ഒരു തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മളുടെ പോർക്കിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ റോസ്റ്റാണ്, അപ്പോൾ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വേറൊരു വെള്ളവും ഞാൻ ചേർക്കുന്നില്ല. പോർക്ക് വേവിച്ച വെള്ളം കുറച്ച് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വറ്റി കുറുകി വരണം. അപ്പോഴാണ് നമ്മളുടെ വില്ലേജ് ടൈപ്പ് പോർക്ക് റെഡി ആവുള്ളൂ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടിയും കുറക്കുകയും ഒക്കെ ചെയ്യാം. കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കാം. എൻ്റെ പോർക്ക് നന്നായിട്ട് കുറുകി വറ്റി വരുന്നുണ്ട്. ആ വറ്റി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ വരിക. അപ്പം നല്ല സ്മെല്ലാണ്, ഒരു രക്ഷയില്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം, ചട്ടിയിലൊക്കെ. അപ്പോൾ ഇതിലും കൂടുതൽ ടേസ്റ്റാവും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മളുടെ പോർക്ക് റോസ്റ്റ് ഒരു വില്ലേജ് ടൈപ്പാണ്. വില്ലേജ് ടൈപ്പ് പോർക്ക് റോസ്റ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. നിങ്ങൾ മസ്റ്റായിട്ടും വില്ലേജ് ടൈപ്പ് പോർക്ക് റോസ്റ്റ് ട്രൈ ചെയ്യണം. മിസ്സായാൽ നിങ്ങളുടെ നഷ്ടം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത്രയ്ക്കും ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത്, ഒരു രക്ഷയില്ല. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പം ഞാൻ കുറച്ച് ബിരിയാണി റൈസാണ് ആക്കിയത് ഇതിൻ്റെ കൂടെ. പിന്നെ പറയണ്ടല്ലോ. ഈ പോർക്ക് വേവിച്ച വെള്ളം തന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളമായിട്ട്, വേറൊരു വെള്ളവും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. പോർക്കിൻ്റെ ടേസ്റ്റ് വേറൊരു മീറ്റിനും കിട്ടൂല. അത് ഒന്നര ടേസ്റ്റാണ്. നല്ല പോർക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ നന്നായിട്ട്
കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോർക്ക് കഴിച്ചതിനെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും വരാൻ പോകുന്നില്ല. നല്ല രീതിയിൽ കുക്ക് ചെയ്താൽ മതി. ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളകൊക്കെ ഇട്ട് വേവിച്ചിട്ടാണ് ഇത് ചെയ്തത്. ആ മെത്തേഡ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഈസ്റ്ററിന് മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ നേരത്തെ പോർക്ക് ഫ്രൈ, ഒരു സ്റ്റാർട്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സ്റ്റൈൽ പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടിപൊളി ടേസ്റ്റാണ്. ഇത് വേറൊരു ടൈപ്പാണ്, നല്ല എരിവൊക്കെ ഉള്ള പോർക്കാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ കഴിച്ചു തീർക്കട്ടെ. ബൈ.